നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതം ചിലപ്പോഴൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് രണ്ട് വഴികൾക്ക് മുന്നിലായിരിക്കും. ഒന്നുകിൽ നമ്മൾ തകർന്നു പോവുക, അല്ലെങ്കിൽ ലോകത്തിനു മുഴുവൻ എതിർത്തുനിന്നാലും നമ്മളെ തടയാൻ കഴിയാത്തത്ര ശക്തനായി സ്വയം മാറുക. വിശ്വസിക്കൂ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ആ ശക്തി നേരത്തെ തന്നെയുണ്ട്. അതിനെ ഒന്ന് ഉണർത്തേണ്ട താമസം മാത്രമേയുള്ളൂ. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ചിന്താഗതിയാണിത്. ഇന്ന് നിങ്ങൾ കഷ്ടപ്പെടുകയാണോ, തളർന്നിരിക്കുകയാണോ, ആശയക്കുഴപ്പത്തിലാണോ, അതോ ജീവിതത്തിൽ തോറ്റുമടുത്തോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം അടുത്ത 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളെ കൂടി മാറ്റിമറിക്കും. ഇനിയുള്ള കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ അറിയാൻ പോകുന്നു, എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയികൾ മറ്റുള്ളവരെ നോക്കുന്നതിനു മുൻപ് സ്വന്തം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് വിജയികൾ താരതമ്യം എന്ന തീയിൽ സ്വയം വെന്തുപോകാത്തത്. ജയം കാൽക്കൽ വരുന്നതുവരെ അവർ എന്തുകൊണ്ട് തോൽവി സമ്മതിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി, സാഹചര്യം എന്തുതന്നെയായാലും മുന്നോട്ടു പോകാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന ആ തീ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങൾ അറിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നു മുതൽ ദിവസവും വെറും 1% നിങ്ങൾ നിങ്ങളിൽ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അടുത്ത 365 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എവിടെയെത്തും? ഒരുപക്ഷെ വർഷങ്ങളായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ സ്ഥാനത്ത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ സ്വന്തം യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞവനാണ്. ഈ വീഡിയോ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ നിന്നൊരു വാക്ക് വേണം: ഈ വീഡിയോ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന്. കാരണം ഇതിന്റെ തുടക്കം നിങ്ങളുടെ ചിന്തയെ മാറ്റും, മധ്യം നിങ്ങളുടെ ശീലങ്ങളെ മാറ്റും, അവസാനമെത്തുമ്പോഴേക്കും നിങ്ങളുടെ മുഴുവൻ മൈൻഡ്സെറ്റും മാറിമറിഞ്ഞിരിക്കും. ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, അതെ, ജയിക്കുന്നതുവരെ ഞാൻ എന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന്, ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകും. അതുകൊണ്ട് ഒരു ദീർഘശ്വാസമെടുക്കൂ, മനസ്സിനെ ശാന്തമാക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ യാത്ര തുടങ്ങാൻ തയ്യാറെടുക്കൂ. കാരണം വരാനിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളെ ശരിക്കും സഹായിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, വീഡിയോയുടെ അവസാനം ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പവർഫുൾ വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ യഥാർത്ഥ യാത്ര തുടങ്ങാം. ലോകം എന്തു പറഞ്ഞാലും ജയിക്കുന്നതുവരെ ഫോക്കസ് നമ്മളിൽ തന്നെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന യാത്ര. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ആകർഷിക്കാനും മറ്റുള്ളവരെ പോലെ ആകാനും ലോകത്തെ സന്തോഷിപ്പിക്കാനും വേണ്ടി ചെലവഴിക്കുന്നു. ഒടുവിൽ സ്വന്തം സത്തയിൽ നിന്ന് അവർ അകന്നുപോകുന്നു. 1-ാം അധ്യായത്തിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, മുന്നേറണമെങ്കിൽ, മഹാനാകണമെങ്കിൽ ആദ്യം നിങ്ങളെത്തന്നെ തിരിച്ചറിയണം. സ്വയം തിരിച്ചറിയുക എന്നത് എളുപ്പമല്ല. കാരണം അതിനായി നിങ്ങളുടെ പേടിയെയും കുറവുകളെയും തെറ്റുകളെയും സത്യങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് വേദന നൽകും. എന്നാൽ ഈ വേദനയാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. ചിന്തിക്കൂ, നിങ്ങൾ ദിവസവും മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ എന്ത് ധരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്തു നേടുന്നു? നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെത്തന്നെ നോക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. ഈ അധ്യായത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ 2 മനുഷ്യരുണ്ട്. 1, തോൽവി സമ്മതിക്കുന്നവൻ. 2, തോൽവിയെ ഒരു പാഠമാക്കി വീണ്ടും എഴുന്നേൽക്കുന്നവൻ. നിങ്ങളിതിൽ ഏത് മനുഷ്യനെയാണ് കൂടുതൽ തവണ തെരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിജയം. നിങ്ങൾ നിങ്ങളെത്തന്നെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെന്ന്. ആളുകളുടെ കണ്ണിൽ നിങ്ങൾക്കെന്ത് വിലയുണ്ട് എന്നതിലല്ല കാര്യം. നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് എന്ത് വിലയുണ്ട് എന്നതാണ് യഥാർത്ഥ ചോദ്യം. ലോകം പറയും നിനക്കതിന് കഴിയില്ലെന്ന്. എന്നാൽ സ്വയം തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് മറുപടി നൽകും: എനിക്ക് കഴിയും, ഞാനത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. സ്വയം തിരിച്ചറിയുന്നതിന്റെ ആദ്യപടി നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നതാണ്. സ്വയം ചോദിക്കൂ: ഞാൻ സത്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണോ പോരാടുന്നത്, അതോ ലോകത്തിന്റെ തിരക്കിൽ നഷ്ടപ്പെട്ടു പോയോ? ഞാൻ ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ, അതോ ഞാൻ ആരെയാണോ മറികടക്കാൻ ആഗ്രഹിക്കുന്നത് അവരെപ്പോലെ ആകാൻ ശ്രമിക്കുകയാണോ? ഏതൊരു ലക്ഷ്യസ്ഥാനത്തേക്കും എത്താനുള്ള വഴി പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം ബഹുമാനിക്കുക, സ്വന്തം തീരുമാനങ്ങളെ വിലമതിക്കുക, സ്വന്തം കഠിനാധ്വാനത്തിന്റെ വില മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എപ്പോൾ നിങ്ങളെ വിലമതിക്കുന്നുവോ, അപ്പോൾ ലോകവും നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും. ഓർക്കുക, ഓരോ വിജയിയും തങ്ങളുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് മുൻപ് സ്വയം കാണിച്ചു കൊടുത്തവരാണ്. അതെ, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് സ്വയം പറയുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം തുടങ്ങുന്നത്. സ്വയം തിരിച്ചറിയുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യ പടി. ഈ പടിയിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറിമറിയുന്നു. ജീവിതത്തിൽ ജയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ശത്രു ഏതെങ്കിലും വ്യക്തിയോ സാഹചര്യമോ ബുദ്ധിമുട്ടുകളോ അല്ല. ഏറ്റവും വലിയ ശത്രു ശ്രദ്ധ മാറിപ്പോകലാണ്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വളരെ അപകടകരമാണ്. ഒരു മനുഷ്യൻ തന്റെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ അവൻ മുന്നേറൂ.
എന്നാൽ അവൻ ഓരോ ചെറിയ കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് വിഷമിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയുടെ വലയിൽ വീഴുമ്പോൾ അവന്റെ മനസ്സ് ചിതറിപ്പോകാൻ തുടങ്ങുന്നു. ഈ ചിതറലിൽ നിന്ന് പുറത്തുകടക്കാനുള്ള ശക്തിയാണ് ഈ അധ്യായം നൽകുന്നത്. ഈ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ വളർച്ചയെ തടയുന്ന 3 തരത്തിലുള്ള ശ്രദ്ധാക്കേടുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നാണ്. 1. സ്വന്തമായി ഒന്നും ചെയ്യാത്ത എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തെ സംശയിക്കുന്ന ആളുകൾ. 2. നിങ്ങളെ വൈകാരികമായി തളർത്തുന്ന നിങ്ങളുടെ മുൻഗണനകളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന സാഹചര്യങ്ങൾ. 3. നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു ഗുണവുമില്ലാത്ത എന്നാൽ നിങ്ങൾ സമയം പാഴാക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സമയമാണ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട മൂലധനം എന്നാണ്. നിങ്ങൾക്ക് അത് സംരക്ഷിക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാം. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സമയം വളരെ വേഗത്തിൽ മോഷ്ടിക്കുന്നു. ഈ അധ്യായത്തിലൊരു വലിയ സന്ദേശമുണ്ട്. നിങ്ങൾ എന്തിലാണോ നിങ്ങളുടെ കണ്ണുകൾ വെക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണ് സ്വപ്നങ്ങളിലാണെങ്കിൽ നിങ്ങൾ മുന്നേറും. നിങ്ങളുടെ കണ്ണ് മറ്റുള്ളവരുടെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ പിന്നിലായിപ്പോകും. നിങ്ങളുടെ കണ്ണ് ലോകത്തിന്റെ നിഷേധാത്മകമായ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും മെല്ലെ വിഷമയമാകും. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ ചെറുതാക്കി കാണിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളെ ദുർബലരാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുകടക്കുക. നിങ്ങളുടെ ഫോക്കസ് നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കാരണം ശ്രദ്ധ തിരിക്കുന്നവയിൽ നിന്ന് അകലം പാലിക്കുമ്പോഴാണ് നിങ്ങൾ അച്ചടക്കത്തോടടുക്കുന്നത്. അച്ചടക്കമാണ് ഓരോ സ്വപ്നത്തെയും ജയിക്കാനുള്ള ആയുധം. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ മനസ്സ് എന്നിവയെ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന്റെ ബഹളം നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കും എന്നതാണ് ഈ അധ്യായത്തിലെ വലിയ പാഠം. മനുഷ്യൻ സ്വന്തം ശബ്ദം കേൾക്കുന്നത് നിർത്തുമ്പോൾ അവന്റെ ഫോക്കസും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സ്വയം ഒരു വാക്ക് കൊടുക്കൂ. എന്റെ ഫോക്കസ് തകർക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കും. എന്റെ സ്വപ്നങ്ങളെ ശക്തമാക്കുന്ന കാര്യങ്ങളോട് ചേർന്നു നിൽക്കും. ഈ തീരുമാനമാണ് ശരാശരി ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വിജയികളുടെ നിരയിലേക്ക് നിങ്ങളെ മാറ്റുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന് കഴിവില്ലാത്തതല്ല, താൻ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അവനറിയില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എവിടെയും എത്താതെ തളർന്നുപോകുന്നതും തകർന്നുപോകുന്നതും ഒടുവിൽ തോൽവി സമ്മതിക്കുന്നതും. ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ വഴിയും വ്യക്തമായിരിക്കില്ല എന്നതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും ശക്തമായ കാര്യം. ഒരു മനുഷ്യൻ തന്റെ സ്വപ്നത്തെ വാക്കുകളിലോ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ദിശയിലോ തീരുമാനിക്കാത്തിടത്തോളം അവന്റെ മനസ്സ് ആശയക്കുഴപ്പത്തിൽ തന്നെയായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു കാറെടുത്ത് പുറത്തിറങ്ങി, പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എത്ര വേഗത്തിൽ ഓടിച്ചാലും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഇതാണ് ജീവിതത്തിന്റെയും അവസ്ഥ. ആളുകൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചിലത് ചെയ്യുന്നു, ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് വേറെന്തെങ്കിലും ചെയ്യുന്നു. ഈ തിരക്കിനിടയിൽ അവരുടെ ശ്രദ്ധ ചിതറിപ്പോകുന്നു. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ഒരൊറ്റ ദിശയിലേക്ക് ഒഴുകുന്നു. ലക്ഷ്യം വലുതായാലും ചെറുതായാലും അത് എഴുതിവെച്ചിരിക്കണം എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. എഴുതിവെക്കപ്പെട്ട ലക്ഷ്യം മനസ്സിനൊരു കൽപ്പന നൽകുന്നു. ഇതാണ് എന്റെ ദിശ, എനിക്ക് ഈ വഴിയെ പോകണം. എഴുതിവെച്ച ലക്ഷ്യം നിങ്ങളുടെ ഓരോ ദിവസത്തെയും അധ്വാനത്തിന് അർത്ഥം നൽകുന്നു. ഏറ്റവും പ്രധാനമായി, ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ, ഫോക്കസ് അത്രത്തോളം ശക്തമായിരിക്കും. ലക്ഷ്യത്തെക്കുറിച്ച് വെറുതെ ചിന്തിച്ചാൽ പോരാ, അത് അനുഭവിക്കണം. അത് ഇന്ന് തന്നെ സത്യമായതുപോലെ നിങ്ങളുടെ സ്വപ്നത്തെ കാണുക. നിങ്ങൾ വികാരങ്ങളോടെ ഒരു കാര്യം ഭാവനയിൽ കാണുമ്പോൾ ആ സ്വപ്നത്തെ സത്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഊർജ്ജവും മനസ്സുണർത്താൻ തുടങ്ങുന്നു. എന്നാൽ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ആ സ്വപ്നത്തിലേക്കെത്താനുള്ള വഴിയും വ്യക്തമായിരിക്കണം. ഈ അധ്യായത്തിൽ ആഴത്തിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഓരോ വലിയ ലക്ഷ്യവും ചെറിയ ചെറിയ ചുവടുകളായി മുറിഞ്ഞാണ് പൂർത്തിയാകുന്നത്. സ്വപ്നങ്ങൾ വലുതായിരിക്കട്ടെ, പക്ഷെ അവയെ ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ച് പൂർത്തിയാക്കുക. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കുക, ഇന്ന് ഒരു ചെറിയ ചുവട് എന്റെ വലിയ സ്വപ്നത്തിന് അരികിലേക്ക് വെക്കണമെന്ന്. നിങ്ങൾ ദിവസവും ഒരു ചെറിയ ചുവട് വെക്കുമ്പോൾ, ഒരു ദിവസം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മറ്റുള്ളവർ സ്വപ്നം മാത്രം കണ്ടിരുന്ന ആ സ്ഥാനത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞുവെന്ന്. ലക്ഷ്യം വ്യക്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം അത് നിങ്ങളെ ശ്രദ്ധാക്കേടുകളിൽ നിന്ന് രക്ഷിക്കുന്നു എന്നതാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ലോകത്തിന്റെ ബഹളത്തിന് നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയില്ല. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ താരതമ്യം കുറയും. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ തോൽവിയിലുള്ള പേടി കുറയാൻ തുടങ്ങും. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ മനസ്സ് വ്യക്തമായി ചിന്തിക്കും. വ്യക്തമായ ചിന്തയാണ് ഓരോ വിജയത്തിന്റെയും അടിത്തറ. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ സാരാംശം ഇതാണ്: വിധിയോട് ഭാഗ്യം ചോദിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം വ്യക്തമാക്കുകയെന്നാൽ ഭാഗ്യം തന്നെ നിങ്ങളുടെ കാൽക്കൽ വന്നു നിൽക്കണം. ജീവിതത്തിൽ തകർന്നുപോകുന്ന സ്വപ്നങ്ങളിൽ പകുതിയും മറ്റാരെങ്കിലും കാരണമല്ല, നമ്മുടെ തന്നെ ഒഴിവുകഴിവുകൾ കാരണമാണ് തകരുന്നത്. ലോകം നൽകുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതൽ ശക്തി മനുഷ്യന്റെ ഒഴിവുകഴിവുകൾക്കുണ്ട്. സമയമില്ല, പണമില്ല, സാഹചര്യം ശരിയല്ല, ആളുകൾ കൂടെ നിൽക്കുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, അവസ്ഥ മോശമാണ്. ഈ ഒഴിവുകഴിവുകളെല്ലാം കേൾക്കുമ്പോൾ സത്യമാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിന്റെ പാതയിൽ നമ്മൾ തന്നെ പടുത്തുയർത്തുന്ന മതിലുകളാണിവ. ഈ അധ്യായത്തിലെ ഏറ്റവും ശക്തമായ കാര്യമിതാണ്: ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നവൻ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, പ്രവർത്തിക്കുന്നവനു വേണ്ടി ലോകം വഴിയൊരുക്കുന്നു.
ഒഴിവുകഴിവ് എന്നത് മനുഷ്യൻ സ്വന്തം സ്വപ്നങ്ങളിൽ നിന്ന് അകന്നു പോകാൻ നിർമ്മിക്കുന്ന ഒരു വലയാണ്. എന്നാൽ രസകരമായ കാര്യം, ഈ ഒഴിവുകഴിവുകൾ മനസ്സുണ്ടാക്കുന്ന വെറുമൊരു കഥ മാത്രമാണ്. വിചാരിച്ചാൽ ഇന്ന് തന്നെ അത് മാറ്റാൻ സാധിക്കും. പ്രവർത്തിക്കാൻ ഒരു പെർഫെക്റ്റ് ടൈമില്ല, പെർഫെക്റ്റ് സാഹചര്യമില്ല, പെർഫെക്റ്റ് അന്തരീക്ഷമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ അധ്യായം നമ്മളെ പ്രേരിപ്പിക്കുന്നു. വിജയിക്കുന്നവർ കാത്തിരിക്കാറില്ല. അവർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നു. അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അവർക്ക് എന്തു ചെയ്യാൻ കഴിയുമോ അതുവെച്ച് അവർ തുടങ്ങുന്നു. അവർ മുന്നോട്ടു പോകുന്തോറും വഴികൾ തനിയെ തെളിഞ്ഞുവരുന്നു. ഈ അധ്യായത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു വരിയുണ്ട്. ആക്ഷൻ ഈസ് ദ ആന്റിഡോട്ട് ടു ഫിയർ. അതായത് പ്രവൃത്തിയാണ് ഭയത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന്. മനുഷ്യൻ വെറുതെ ഇരിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും മാറ്റിവെക്കുമ്പോഴും അവന്റെ പേടി കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ആദ്യത്തെ ചുവടെടുത്തു വെക്കുമ്പോൾ തന്നെ പേടി മാറുന്നു, മനസ്സു തുറക്കുന്നു, ഉള്ളിൽ പുതിയൊരു ധൈര്യം ജനിക്കുന്നു. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ ആദ്യത്തെ ചുവട് പെർഫെക്റ്റ് ആകണമെന്നില്ല, അത് എടുത്തുവെച്ചിട്ടുണ്ടാകണം എന്ന് മാത്രം. എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ തുടങ്ങുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ ശരിയാകുന്നത്. നിങ്ങൾ ഒരു കാര്യത്തെ അത്യാവശ്യമായി കാണുന്നില്ലെങ്കിൽ അതിനായി നിങ്ങൾ ഒരിക്കലും സമയം കണ്ടെത്തില്ല. പ്രവർത്തിക്കുക എന്നതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ എന്ന് മനസ്സിലാക്കുന്ന ദിവസം നിങ്ങളുടെ എല്ലാ ഒഴിവുകഴിവുകളുടെയും ശക്തി അവസാനിക്കും. ഓർക്കുക, ഒഴിവുകഴിവുകൾ കൊണ്ടല്ല, തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ലോകം ആളുകളെ ഓർമ്മിക്കുന്നത്. ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിൽ കാര്യമില്ല, നിങ്ങൾക്ക് എത്ര അറിവുണ്ട് എന്നതിലും കാര്യമില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിനു നേരെ ഒരു ചുവടുവെച്ചോ ഇല്ലയോ എന്നതിൽ മാത്രമാണ് കാര്യം. ജയിക്കണമെങ്കിൽ തുടങ്ങുക തന്നെ വേണം, ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ, ഒരു ഒഴിവുകഴിവും കൂടാതെ. പരാജയമാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി. ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയവരിലെല്ലാം ഒരു കാര്യം പൊതുവായുണ്ട്. അവർ പരാജയത്തിൽ നിന്ന് ഒളിച്ചോടിയില്ല, മറിച്ച് അതിനെ തങ്ങളുടെ ശക്തിയാക്കി മാറ്റി. പരാജയം ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല എന്നതാണ് ഈ അധ്യായത്തിലെ വലിയ കാര്യം. യഥാർത്ഥ ശത്രു നിങ്ങളുടെ പേടിയാണ്. ആളുകൾ എന്തു പറയും എന്ന പേടി, വീണുപോയാൽ എഴുന്നേൽക്കാൻ കഴിയില്ലേ എന്ന പേടി, എന്റെ കഷ്ടപ്പാട് വെറുതെയാകുമോ എന്ന പേടി. എന്നാൽ ഈ പുസ്തകം പറയുന്നത് പരാജയം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, വിജയത്തിന്റെ തുടക്കമാണ് എന്നാണ്. ചിന്തിക്കൂ, ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴുന്നു? എന്നാൽ വീഴുന്നത് പേടിച്ച് ആ കുട്ടി നടക്കാതിരിക്കാറുണ്ടോ? കാരണം വീഴുന്നത് തെറ്റാണെന്ന് അവനറിയില്ല. അവൻ എഴുന്നേൽക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥ ജീവിതം. വീഴുക, പഠിക്കുക, എഴുന്നേൽക്കുക, മുന്നോട്ടു പോകുക. എന്നാൽ നമ്മൾ മുതിരുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും സമൂഹത്തിന്റെ ചിന്തകളെയും സ്വന്തം സംശയങ്ങളെയും ഭയപ്പെടാൻ തുടങ്ങുന്നു. ഈ ഭയമാണ് നമ്മളെ തടയുന്നത്. പരാജയത്തെ നിങ്ങളുടെ യാത്രയുടെ ഭാഗമായി കാണുന്ന ദിവസം നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. പരാജയം നിങ്ങളുടെ ബലഹീനതയല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകനാണ്. ഓരോ തവണ തോൽക്കുമ്പോഴും ജീവിതം നിങ്ങളെ പുതിയതെന്തോ പഠിപ്പിക്കുന്നു. പ്ലാനിങ്ങിലെ തെറ്റാവാം, അധ്വാനം കുറഞ്ഞതാവാം, തെറ്റായ ദിശയാവാം. ഓരോ പരാജയവും നിങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ മുന്നോട്ട് നയിക്കുന്നു. ഈ അധ്യായത്തിൽ അത്ഭുതകരമായ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഫെയിൽ ഫാസ്റ്റ്, ലേൺ ഫാസ്റ്റ്, റൈസ് ഫാസ്റ്റ്. അതായത് എത്ര വേഗത്തിൽ നിങ്ങൾ വീഴുന്നോ അത്രയും വേഗത്തിൽ നിങ്ങൾ പഠിക്കും, അത്രയും വേഗത്തിൽ നിങ്ങൾ ജയിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ വിജയികൾ ഒരിക്കലും വീഴാത്തവരല്ല. ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേൽക്കുകയും ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും പഴയതിനേക്കാൾ ശക്തരാവുകയും ചെയ്തവരാണവർ. പരാജയത്തെ സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ മാറും. ഒന്ന്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തുടങ്ങും. രണ്ട്, നിങ്ങളുടെ ചിന്തയിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ടാകും. കാരണം എന്ത് സംഭവിച്ചാലും നിങ്ങൾ തളരില്ലെന്ന് നിങ്ങൾക്കറിയാം. ഫലവുമായി സ്വയം ബന്ധിപ്പിക്കുമ്പോഴാണ് പരാജയത്തെ പേടി തോന്നുന്നത്. എന്നാൽ വിജയികൾ സ്വയം ബന്ധിപ്പിക്കുന്നത് ഫലത്തോടല്ല, പ്രക്രിയയോടാണ്. പ്രോസസ്സ് ശരിയാണെങ്കിൽ ഒരുനാൾ ഫലവും ശരിയായി വരും എന്നവർക്കറിയാം. അതുകൊണ്ട് വീഴുന്നതിനെ അവർ ഭയപ്പെടുന്നില്ല, വീഴുന്നത് വളർച്ചയുടെ ഭാഗമായി അവർ കാണുന്നു. പരാജയത്തിൽ നിന്നു ഓടിയാൽ വിജയത്തിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കും. എന്നാൽ പരാജയത്തെ കെട്ടിപ്പിടിക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്താൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാനാകില്ല. സ്വയം ചോദിക്കുക, ഞാൻ വീഴാൻ ഭയപ്പെടുകയാണോ അതോ ജയിക്കാൻ തയ്യാറെടുക്കുകയാണോ? ജയിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ട് സ്ഥിരതയോടെ തുടരുക എന്നതാണ്. ഭൂരിഭാഗം ആളുകളും വലിയ ആവേശത്തോടെ തുടങ്ങും. ആദ്യ ദിവസം നല്ല മോട്ടിവേഷൻ, രണ്ടാം ദിവസം നല്ല എനർജി, മൂന്നാം ദിവസം നല്ല ആക്ഷൻ. എന്നാൽ സമയം കഴിയും തോറും അവരുടെ ആവേശം കുറയാൻ തുടങ്ങുന്നു. മെല്ലെ അവർ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചുപോകുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ പാഠമിതാണ്: കൺസിസ്റ്റൻസി ഈസ് മോർ പവർഫുൾ ദാൻ ഇന്റൻസിറ്റി. അതായത് ഒരു ദിവസം ചെയ്യുന്ന കഠിനമായ അധ്വാനത്തേക്കാൾ ശക്തി ദിവസവും കുറച്ചെങ്കിലും ചെയ്യുന്നതിനാണ്. ലോകത്തിലെ എല്ലാ വിജയികളിലും ഒരു കാര്യമുണ്ട്: അവർ നിർത്തില്ല. സാഹചര്യം എന്തുതന്നെയായാലും, മനസ്സിന് തോന്നിയാലുമില്ലെങ്കിലും, ലോകം അവർക്കെതിരായാലും, മാറ്റങ്ങളൊന്നും കാണുന്നില്ലെന്ന് തോന്നിയാലും അവർ ദിവസവും ഒരു ചെറിയ ചുവട് വയ്ക്കുന്നു. കാരണം ചെറിയ ചുവടുകളാണ് വലിയ വിജയങ്ങൾക്ക് അടിത്തറയിടുന്നത് എന്നവർക്കറിയാം. ഇവിടെ മനോഹരമായൊരു ഉദാഹരണമുണ്ട്.
ഒരു നദി പാറയെ മുറിക്കുന്നത് അതിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് അതിന്റെ തുടർച്ചയായ ഒഴുക്കുകൊണ്ടാണ്. നദി ഒരിക്കലും നിൽക്കുന്നില്ല, തളരുന്നില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ കല്ലുകൾക്ക് പോലും അതിന്റെ വഴിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതാണ് മനുഷ്യന്റെ ജീവിതവും. നിങ്ങൾ തുടർച്ചയായി ഒഴുകുകയാണെങ്കിൽ, നടന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഒരു തടസ്സത്തിനും നിങ്ങളെ തടയാനാകില്ല. സ്ഥിരതയുള്ളവരിൽ 3 കാര്യങ്ങൾ വളർന്നുവരും. 1 അച്ചടക്കം, 2 ക്ഷമ, 3 സ്വയം വിശ്വാസം. ഇത് 3ഉം ചേരുമ്പോൾ ബാക്കിയുള്ളവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഉയരങ്ങളിൽ നിങ്ങളെത്തും. എന്നാൽ സ്ഥിരതയോടെ നിൽക്കുക എളുപ്പമല്ല. മനസ്സ് ഒഴിവുകഴിവുകൾ തേടും, ശരീരം ക്ഷീണിക്കും, ഉള്ളിൽ പേടി തോന്നും, ലോകം തടയാൻ ശ്രമിക്കും. അതുകൊണ്ട് സ്ഥിരതയെ ഒരു ശീലമാക്കണം. നിങ്ങൾ പെർഫെക്റ്റ് ആകേണ്ടതില്ല, എല്ലാ ദിവസവും ബെറ്റർ ആയാൽ മതി. ഇന്ന് നിങ്ങൾ അല്പമെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സ്വപ്നവും അവിടെ നിൽക്കും. ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു വരിയുണ്ട്: നിങ്ങൾ വേഗത്തിൽ ഓടണമെന്നില്ല, പക്ഷേ നിങ്ങൾ നിൽക്കരുത്. ചിന്തിക്കൂ, അടുത്ത 100 ദിവസം നിർത്താതെ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കും? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത അത്രയും മനോഹരമായിരിക്കും അത്. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ സാരാംശം ഇതാണ്: ചെയ്യുന്നത് എത്രയുമാകട്ടെ, അത് ദിവസവും ചെയ്യുക. മെല്ലെയാണെങ്കിലും തുടർച്ചയായി ചെയ്യുക. കാരണം എല്ലാ ദിവസവും മുട്ടുമ്പോൾ മാത്രമാണ് വിജയത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത്. ഒരു ദിവസം പെട്ടെന്ന് അത് തുറക്കും. ലോകത്ത് നടന്നിട്ടുള്ള വലിയ കാര്യങ്ങളും വലിയ വിജയങ്ങളും അസാധ്യമായതിനെ സാധ്യമാക്കിയതുമെല്ലാം തുടങ്ങിയത് ഒരേയൊരു കാര്യത്തിൽ നിന്നാണ്: സ്വയം വിശ്വാസം. നിങ്ങൾ എത്ര അറിവ് നേടിയാലും, എത്ര പുസ്തകം വായിച്ചാലും, എത്ര ഉപദേശകർ ഉണ്ടായാലും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ഒന്നിനും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ തോൽക്കുന്നത് കഴിവിന്റെ കുറവുകൊണ്ടല്ല, ആത്മവിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ്. മനുഷ്യൻ സ്വയം കുറച്ചു കാണാൻ തുടങ്ങുമ്പോൾ ലോകവും അവനെ കുറച്ചു കാണുന്നു. മനുഷ്യൻ സ്വയം സംശയിക്കുമ്പോൾ ലോകവും അവനെ സംശയിക്കുന്നു. മനുഷ്യൻ സ്വയം തോൽക്കുന്നവനായി കാണുമ്പോൾ ലോകം അവനെ ജയിക്കാൻ അനുവദിക്കില്ല. എന്നാൽ ഏതു ദിവസം മനുഷ്യൻ സ്വയം പറയുന്നുവോ, അതെ, എനിക്ക് കഴിയും, ഞാൻ ഇതിന് യോഗ്യനാണ്, ഞാൻ ഇതിനായി നിലകൊള്ളും, അന്നുമുതൽ അവന്റെ ജീവിതം മാറാൻ തുടങ്ങുന്നു. സ്വയം വിശ്വസിക്കുക എന്നത് ഒരു മാജിക്കല്ല, അതൊരു മനോഭാവമാണ്. പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണത്. നിങ്ങൾ ദിവസവും സ്വപ്നങ്ങൾക്കു വേണ്ടി ചുവടുവെക്കുമ്പോൾ, തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഒരു വലിയ മതിൽ ഉയരാൻ തുടങ്ങും. ആ മതിലാണ് നിങ്ങളെ തകർക്കാൻ വരുന്ന കൊടുങ്കാറ്റുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്: നിങ്ങൾ നിങ്ങളെത്തന്നെ തിരിച്ചറിയുമ്പോഴാണ് ലോകം നിങ്ങളെ തിരിച്ചറിയുന്നത്. നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുമ്പോഴാണ് ലോകം നിങ്ങളെ അംഗീകരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഞാൻ ദുർബലനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ദുർബലനാകാനുള്ള അവസരങ്ങൾ കണ്ടെത്തും. എന്നാൽ ഞാൻ ജയിക്കാൻ ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അതിനുള്ള വഴികൾ തേടാൻ തുടങ്ങും. സ്വയം വിശ്വസിക്കുക എന്നത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, അത് ദിവസവുമുള്ള പരിശീലനമാണ്, ദിവസവുമുള്ള പോരാട്ടമാണ്, ദിവസവുമുള്ള പ്രതിജ്ഞയാണ്. നിങ്ങളെ താഴേക്ക് വലിച്ചിടുന്ന ശബ്ദങ്ങളോട്, അത് മറ്റുള്ളവരുടെ ശബ്ദമായാലും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമായാലും, ഓരോ ദിവസവും പോരാടേണ്ടിവരും. എന്നാൽ ഓരോ രാവിലെയും എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് യോഗ്യനാണ് എന്ന് സ്വയം പറയുമ്പോൾ ഒരു പുതിയ ഊർജം, ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ ഉണരും. ഈ അധ്യായത്തിന്റെ ഏറ്റവും ശക്തമായ സന്ദേശം ഇതാണ്: നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത് ലോകമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. താൻ വിജയിക്കുമെന്ന് സ്വയം വിശ്വസിക്കുന്നതുവരെ ലോകത്ത് ആർക്കും വിജയിക്കാൻ കഴിയില്ല. വലിയ ജയം വേണമെങ്കിൽ, വലിയ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, ജീവിതം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്ത മാറ്റുക. ആ ചിന്ത തുടങ്ങുന്നത് ഒരേയൊരു വരിയിലാണ്: അതെ, എനിക്ക് കഴിയും. ഓത്രോ. ഈ ഓഡിയോ ബുക്ക് യാത്രയിൽ നിങ്ങളൊരു കാര്യം പലതവണ അനുഭവിച്ചിട്ടുണ്ടാകും: മനുഷ്യൻ സ്വയം മാറാൻ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ജീവിതം മാറുന്നത്. ശ്രദ്ധ എവിടെ നൽകണം, എങ്ങനെ സ്വയം തിരിച്ചറിയണം, ഒഴിവുകഴിവുകളിൽ നിന്ന് എങ്ങനെ അകലണം, പരാജയത്തെ എങ്ങനെ സ്വീകരിക്കണം, ഏറ്റവും പ്രധാനമായി എങ്ങനെ സ്വയം വിശ്വസിക്കണം എന്ന് നിങ്ങൾ പഠിച്ചു. ഇനി ചോദ്യം നിങ്ങൾ എന്തു പഠിച്ചു എന്നതല്ല, ഈ കാര്യങ്ങൾ ഇന്നു മുതൽ ജീവിതത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങുമോ ഇല്ലയോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അറിവ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് ശക്തിയാകുന്നത്. ഇന്ന് നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ജീവിതത്തിന് 2 വഴികളുണ്ട്. 1 പഴയ വഴി, അത് നിങ്ങളെ എവിടെയായിരുന്നോ അവിടെ തന്നെ എത്തിക്കും. 2 ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ കഠിനാധ്വാനം ആവശ്യമുള്ള വഴി, പക്ഷേ അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ആ 2ാമത്തെ വഴിയിലൂടെ നടക്കാനുള്ള പ്രചോദനം നൽകാനാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഇനി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. വിശ്രമമാണോ വളർച്ചയാണോ? ഭയമാണോ വിശ്വാസമാണോ? നിൽക്കണോ അതോ മുന്നോട്ടു പോകണോ? ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ധൈര്യം നൽകിയിട്ടുണ്ടെങ്കിൽ, വെളിച്ചം നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആദ്യത്തെ ചുവട് വയ്ക്കുക. ചെറുതായാലും വലുതായാലും അതെടുത്തു വയ്ക്കുക. ആ ചുവടിന് ശേഷമാണ് നിങ്ങളുടെ ജയം തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ
ഇത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെ വീണ്ടും ഉണർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ പറയുക ഏത് അധ്യായമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും ഏത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും സ്പർശിച്ചതെന്നും.